ചില എന്ന് പറഞ്ഞവര് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് ഈശോ തന്റെ മരണത്തെ കുറിച്ച് ഇവർക്ക് യഹൂദർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ഈശോയുടെ മരണത്തെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ഈശോ മനോഹരമായിട്ടുള്ള ചില വചനങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു വചനം പ്രകാരമാണ്, നിങ്ങൾ അന്ധകാരത്തിൽ വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകാശമുള്ളപ്പോൾ പ്രകാശത്തിൽ നടന്നുകൊള്ളുവിനെന്ന് പറയുകയാണ്. ഈശോ പറയുകയാണ്, അല്പസമയം കൂടി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ അതിൽ നിങ്ങൾ നടന്നുകൊള്ളുവിനെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാനായിട്ട്, അന്ധകാരം നമ്മളെ കീഴടക്കാതിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തിന്മയിൽ നമ്മൾ വീഴാതിരിക്കാനായിട്ട്, തിന്മ നമ്മളെ കീഴടക്കാതിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ പറയുകയാണ്, അന്ധകാരത്തിൽ നടക്കുന്നവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല, അവന് കൃത്യമായിട്ടുള്ള ലക്ഷ്യമൊന്നുമില്ല. തിന്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് പാപം ചെയ്യുന്നതെന്നോ ഈ പാപത്തിന്റെ അനന്തരഫലം എന്താണെന്നോ ഇതൊന്നും വ്യക്തതയില്ല. ചുമ്മാ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുമ്മാ അങ്ങനെ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പറയുകയാണ്, അന്ധകാരത്തിൽ നടക്കുന്നവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. ഈശോ പറയുകയാണ്, അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ നിങ്ങൾ പ്രകാശമുള്ളപ്പോൾ അതിൽ വസിക്കുന്നു എന്ന് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു എന്നുള്ള വചനം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വചനവും ഇന്നത്തെ സുവിശേഷത്തിലെ വചനവും നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. ഈശോ പറയുകയാണ്, ഞാൻ പ്രകാശമായിട്ടുള്ള ഞാൻ കുറച്ചു നാളും കൂടി നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പ്രകാശം കൂടിയുള്ളപ്പോൾ പ്രകാശത്തിൽ വസിക്കുന്നു. ഇന്നത്തെ ഈ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരമാണ്. അതായത് ഞാൻ പ്രകാശത്തെയാണോ അന്ധകാരത്തെയാണോ സ്നേഹിക്കുന്നത്? അന്ധകാരത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ പാപത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും. പ്രകാശത്തിൽ വസിക്കുകയാണെങ്കിലോ ഈശോയോടൊപ്പം വസിക്കാനായിട്ട് നമുക്ക് സാധിക്കും, സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ പ്രകാശമായ ഈശോയോടൊപ്പം വസിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.